സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി പൊട്ടുന്നു നീ കണ്ടിട്ടുണ്ട്? സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നടക്കുന്നത് നീ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട്? കഴിഞ്ഞ 2-3 ദിവസത്തെ പോലീസിന്റെ ലഹരി വേട്ടക്കിടയിൽ 4000-ലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് കേരളത്തിൽ നിന്ന്. എത്ര സിനിമാക്കാരെ അറസ്റ്റ് ചെയ്ത്? എണ്ണം ഞാൻ പറയുന്നത് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും. കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ്. അത് വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുള്ളതൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. ഷെയർ ചെയ്യണമെന്നുണ്ട്. അതായത് നിയമപരമായ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എല്ലാ സിനിമകളിലും കൊടുക്കുന്നതാണ്. പുകവലി, മദ്യപാനം ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത്. ആ സിനിമയിൽ ഒരു തരത്തിൽ അത് പരിഹസിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരുതരം അവാർഡ് വെച്ച പോലെ പറയുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതൊരു പരിഹാസമാണെന്നുള്ളത്. ഇപ്പോൾ അതേ സംവിധായകന്റെ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് MDMA കഞ്ചാവൊക്കെ ആയിട്ട് പോലീസ് പിടിയിലായി. അപ്പോൾ വയലൻസ് സിനിമകളുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ സമൂഹത്തെ സിനിമയായി കണ്ടാൽ പോലെ എന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും സിനിമയിൽ ഈ ലഹരി മാഫിയ സജീവമാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആ ഒരു സംശയം എങ്ങനെയാണ് ദൂരീകരിക്കാനുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓൺലൈനിൽ കണ്ടൊരു വാർത്ത, കഴിഞ്ഞ 2-3 ദിവസത്തെ പോലീസിന്റെ ലഹരി വേട്ടക്കിടയിൽ 4000-ലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് കേരളത്തിൽ നിന്ന്. എത്ര സിനിമാക്കാരെ അറസ്റ്റ് ചെയ്ത്? എണ്ണം പറ. അതിൽ ഡോക്ടേഴ്സുണ്ട്, ബിസിനസ്സുകാരുണ്ട്, പല പ്രൊഫഷനുള്ളവരുണ്ട്. മീഡിയ അറ്റൻഷൻ എന്ന് എനിക്ക് ഇതിനെ തോന്നുന്നുള്ളൂ. അല്ല, ഒരാളാണെങ്കിലും തെറ്റല്ലേ? അതെ, ഉറപ്പായിട്ടും. അല്ല, അതിനകത്ത് അങ്ങനെ ന്യായീകരണമൊന്നുമില്ല. അതിപ്പോ ആരായാലും തെറ്റല്ലേ, ഉറപ്പായിട്ടും. അല്ല, ഞാൻ പറയുന്നത് 4000-ലധികം പേര്, അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഞാൻ വാർത്ത കണ്ടേ. 4000-ലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. എറണാകുളത്തോ എന്തോ ബോംബ് ചെയ്തിട്ട്. അല്ലല്ല, 4000-ലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുണ്ടെന്നാണ് പറഞ്ഞത്. 4000-ലധികം. 400 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഒരു രാത്രിയിലത്തെ കേസാണ്. കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റൈഡിന്റെ കേസാണ്. അപ്പോൾ ഒരാൾ കുറവാന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അതൊരു നിനക്കെന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച്? 4800 പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും. കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ്. അത് വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുള്ളതൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷെ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരു അളവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ. അതാണ് എൻ്റെ അഭിപ്രായം. സിനിമയിൽ അങ്ങനെ ലഹരിയുടെ ഉപയോഗം കുറവാണെന്നാണോ എൻ്റെ അർത്ഥം? അതായത് അങ്ങനെ ഒരു സംഭവം കുഴപ്പമില്ല, എല്ലായിടത്തും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല. എവിടെയായാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ? അല്ല, അനുവദനീയമല്ലാത്ത ഒരു സാധനം നമുക്കിവിടെ പറ്റില്ല. അങ്ങനെ തന്നെയാണല്ലോ. ഒരു കാരണവശാലും അത് പറ്റില്ല. അപ്പോൾ ഇതുപോലെ പരിഹസിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? ആ സ്റ്റാറ്റ്യൂട്ട് പരിഹസിക്കുന്നതിനോടൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ കണ്ടിട്ടില്ല പടം. പരിഹസിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. ഒരു കാരണവശാലും ഇല്ല. അതിപ്പോ പുകവലി, നമുക്ക് ഇപ്പം സിഗരറ്റ്, മദ്യമൊക്കെ ഇവിടെ ലീഗലി അവൈലബിൾ ആകുന്ന സാധനമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അത് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ ഒരാൾ പിടിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളവരും കൂടിയാണ് ആ സംശയ ദൃഷ്ടിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, നീ കണക്കൊന്ന് ആലോചിച്ച് നോക്ക്. നീ കണക്കൊന്ന് വെച്ചിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കറക്റ്റല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്കിപ്പോൾ നീ ഒന്ന് ആലോചിക്കുക, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാൾ ജീവിക്കുന്നതാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുള്ളത്? എത്ര നാൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും? അത് എന്ന് പൊട്ടുമെന്നറിയാതെ ബോംബ് പോലെയാണ്. സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി പൊട്ടുന്നത് നീ കണ്ടിട്ടുണ്ട്? സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നടക്കുന്നത് നീ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട്? അപ്പൊ ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. ഉണ്ടാവാം, ഉണ്ട്. പക്ഷെ അത് അത്ര വലിയൊരു അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ ഒരു ഭൂരിഭാഗം ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉപയോഗിക്കുന്നവരുണ്ടാവാം. കാരണം അത് സിനിമയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഇനി പൈങ്കിളി സിനിമ കാണുമ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി വാണെങ്കിൽ എഴുതിക്കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.